നമസ്കാരം സുഹൃത്തുക്കളെ. ഹിന്ദുക്കൾ പലരും അധപ്പതിച്ച നിലയിലാണ് കാണുന്നത്. ഇത് ഇന്നും ഇന്നലെയുള്ളതല്ല, പണ്ട് മുതലേ അങ്ങനെയാണ്. അതിൻ്റെ കാരണം പലരും ഈ മതത്തെക്കുറിച്ച് പഠിക്കുന്നില്ല, പഠിപ്പിക്കാനും ആരുമില്ല എന്നുള്ള ഒരു കുഴപ്പമാണ്. പഠിപ്പിച്ചാൽ ആരും പൈസ കൊടുക്കുകയില്ല, പിന്നെ ആരെങ്കിലും പഠിപ്പിക്കുമോ? അപ്പോൾ അത് പഠിക്കുന്നവർ സ്വയം പഠിച്ചങ്ങ് പോവുകയേ ഉള്ളൂ. അങ്ങനെയാണ് പതിവ്. അങ്ങനെയാണ് ഹിന്ദുക്കൾ അധപ്പതിച്ചു പോയത്. ഈ മതത്തെക്കുറിച്ച് എന്താണ് ഇത്ര പഠിക്കാനെന്ന് പലർക്കും സംശയമുണ്ടാകും. എന്നാൽ ഈ മതത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്, വളരെയധികം പഠിക്കാനുണ്ട്. ഇത് പഠിക്കണമെങ്കിൽ വേദോപനിഷത്തുകൾ വർഷങ്ങളോളം ജോലിയും കൂലിയും ഉപേക്ഷിച്ച് പഠിക്കണം. അങ്ങനെയേ ഇത് മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് തോന്നും ഒരു ദൈവം എല്ലാം സൃഷ്ടിക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് എല്ലാ മതത്തെ പോലെ തോന്നുന്നത്. പിന്നെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം ഉണ്ടാകുന്ന ഈ മതത്തെക്കുറിച്ചുള്ള ശരിയായ അറിവില്ലായ്മയാണ്. കാര്യം ജോലിയും കൂലിയും ഒക്കെ ചിലർക്ക് ഉണ്ടെങ്കിലും എന്തോ ഒരു മൗഢ്യം ഹിന്ദുക്കൾക്കുള്ളതായിട്ട് മുഖത്ത് നോക്കുമ്പോൾ മനസ്സിലാകും. മറ്റുള്ളവരുടെ അത്രയും പ്രസന്നതയില്ല. ഇപ്പോഴല്ല, പണ്ട് മുതലേ അങ്ങനെ. നമ്മുടെ ആയുരാരോഗ്യ സൗഖ്യങ്ങളൊക്കെ വർദ്ധിക്കണമെങ്കിൽ നമ്മൾ മതം പഠിക്കണം. ഇന്ന് ആയുരാരോഗ്യ സൗഖ്യങ്ങളൊക്കെ മരുന്നുകളിലൂടെ നമ്മൾ മാറ്റിയിരിക്കുകയാണ്. പക്ഷേ എത്ര മരുന്ന് കുടിച്ചാലും നമ്മുടെ മുഖത്തിനൊരു മാറ്റമില്ല, അസംതൃപ്തി. ഈ മറ്റു മതങ്ങളിലേക്ക് പോകണമെന്നിങ്ങനെ ഓരോരുത്തരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അസംതൃപ്തിയുടെ ലക്ഷണമാണ്. കോടിക്കണക്കിന് ആളുകളാണ് ഈ മതം വിട്ടുപോയത്. എല്ലാ മതത്തിനും കുറേശ്ശെ തേജസ്സും ഓജസ്സും ഊർജ്ജസ്വലതയും പ്രദാനം ചെയ്യാൻ കഴിയും. ഹിന്ദുമതത്തിന് വളരെ കൂടുതൽ കഴിയും. പക്ഷേ അത് മനസ്സിലാക്കാത്തതുകൊണ്ട് ഒട്ടും ആർക്കും കിട്ടുന്നില്ല. വളരെ വർഷങ്ങളോളം പഠിക്കേണ്ട ഈ വിഷയം എല്ലാവരും പഠിക്കണമെന്നില്ല. പഠിച്ച ഒരാളിൽ നിന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഇത് നിങ്ങൾക്ക് നേടാം. അതുകൊണ്ട് ഞാനിത് പറയുകയാണ്. ഇനി ആരും ഹിന്ദുമതത്തെപ്പറ്റി പഠിക്കാൻ ജോലിയും കൂലിയും എല്ലാം ഉപേക്ഷിച്ച് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കിത് പറഞ്ഞു തരാം. എന്തിനാണിത് വെറുതെ ഒരാൾ പറഞ്ഞു തരുന്നതെന്ന് നിങ്ങൾ ആലോചിക്കാം. എല്ലാവരും എല്ലാ പണിയും ചെയ്യുന്നത് എന്തെങ്കിലും കൂലി ഉദ്ദേശമാണ്. അതുപോലെയാണ് ഞാനും. ഇത് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വയസ്സായിപ്പോയി. പിന്നെ ജോലി ചെയ്ത് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം എനിക്കുണ്ട്. ആ സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ചെറിയ ഫീസ് എനിക്ക് ഈ നമ്പറിൽ അയച്ചു തരേണ്ടതാണ്. ഹിന്ദുമതം അധപ്പതിച്ച് തന്നെ ഇങ്ങനെ ഫീസ് കൊടുക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും മുഖം തിരിച്ചു കളയും. മറ്റു മതങ്ങളിലൊക്കെ ഇത് ഫീസ് കൊടുക്കാതെ പഠിക്കാമെന്ന് തോന്നും. പക്ഷേ ഫീസ് കൊടുക്കേണ്ട, നേരിട്ട് കൊടുക്കേണ്ട, വേറെ വിധത്തിൽ വലിയ തുകകളൊക്കെ നമ്മളോട് വാങ്ങിക്കുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ ഈ മതത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ വിധത്തിലൊന്നും നിങ്ങളിൽ നിന്ന് ഫീസ് പിരിക്കാനൊന്നും ഒരു മാർഗവുമില്ല. അതിനാൽ നേരിട്ട് തന്നെ ഇപ്പോൾ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ചെറിയ ഫീസ് അയച്ചു തരണം. ഇത് ഈ വിദ്യ ഈ ജന്മത്തെ മാത്രമല്ല അടുത്ത പല ജന്മങ്ങളിലും ഉപകാരപ്പെടുന്നതാണ്. അതിനാൽ ഇത് കേട്ടിട്ട് ഫീസ് തന്നാൽ നിങ്ങൾക്ക് അടുത്ത ജന്മങ്ങളിൽ ഇതിൻ്റെ ഫലങ്ങൾ കൂടുതലായി ലഭിക്കും. ഇപ്പോഴും ലഭിക്കും, കൂടുതലായി അടുത്ത ജന്മങ്ങളിലും ലഭിക്കുന്നതാണ്. ഫീസ് തരാതിരുന്നാൽ നിങ്ങളുടെ ആത്മാവിൽ ഇതിൻ്റെ അറിവ് തങ്ങുകയില്ല. എല്ലാ വിദ്യകളും അതുപോലെ തന്നെ. ഫീസ് കൊടുത്ത് പഠിച്ചെങ്കിലേ അത് അടുത്ത ജന്മങ്ങളിൽ കൂടി പ്രയോജനപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുകയില്ല. എല്ലാ വിദ്യകളും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ചും ആത്മവിദ്യയ്ക്ക് ഫീസ് കൊടുത്താൽ അടുത്തടുത്ത പല ജന്മങ്ങളിൽ അതിൻ്റെ പ്രയോജനം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയാണ്, നമുക്കെന്തെങ്കിലും കഷ്ടകാലം അല്ലെങ്കിൽ ബലഹീനതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നിറവ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് പാരമ്പര്യമാണ്, അല്ലെങ്കിൽ നക്ഷത്ര ദോഷമാണ്, അല്ലെങ്കിൽ പിതൃദോഷമാണ്. ഇങ്ങനെ പല വിധത്തിൽ നമ്മൾ ചിന്തിച്ച് വ്യാകുലപ്പെടുകയാണ്. എന്നാൽ അതൊന്നുമല്ല. നമ്മുടെ മുജ്ജന്മ കർമ്മങ്ങൾ അനുസരിച്ച് മാത്രമാണ് നാം ഇപ്പോഴത്തെ പ്രകൃതം ആയിരിക്കുന്നത്. ഇത് മാറ്റമില്ല, ഈ ജന്മം മാറ്റമില്ല. ഇത് മനസ്സിലാക്കിയാൽ അടുത്ത ജന്മങ്ങൾ ഇതിനേക്കാൾ നല്ലതായിട്ട് ജനിക്കാൻ കഴിയും. മനസ്സിലാക്കിയില്ലെങ്കിലോ അടുത്ത ജന്മവും ഇതുപോലൊക്കെ തന്നെ, അല്ല ഇതിനേക്കാൾ കഷ്ടതരമായി ജനിക്കും. അപ്പോഴൊക്കെ നമ്മൾ വെറുതെ വേദനിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ ജന്മം അടുത്ത ജന്മം എന്നൊക്കെ പറയുന്ന പുനർജന്മ സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പുനർജന്മ വിശ്വാസമുള്ള മതമാണ് ഹിന്ദുമതം. ഇതിൽ നിന്നാണ് ജൈന, ബുദ്ധ, ഇന്ത്യയിലെ മറ്റു മതങ്ങളൊക്കെ പുനർജന്മത്തെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും കാരണം മുജ്ജന്മ കർമ്മങ്ങളാണ്. പക്ഷേ ഇതാരും അങ്ങനെ വിശ്വസിക്കില്ല. മുജ്ജന്മ കർമ്മങ്ങൾ, എന്നിട്ട് അതെന്താ നമ്മൾ ഓർക്കാത്തത് എന്നാവും പലരും സംശയിക്കുന്നത്. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള വിശിഷ്ടരായ നമുക്കറിയാവുന്ന ചില
വ്യക്തികളെ നോക്കുക. പി സുശീല, എസ് ജാനകി, യേശുദാസ്, ഇങ്ങനെ ഇവർ പാടുന്നത് എന്തുകൊണ്ടാണ്? അവർ ഈ ജന്മത്തിൽ വന്ന് പഠിച്ചതോ അവരത്രയും ശബ്ദ സൗന്ദര്യം നേടിയതോ അല്ല. അവരുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ അവർ നേടിയ കർമ്മത്തിൻ്റെ അല്ലെങ്കിൽ പുണ്യത്തിൻ്റെ ഫലമാണ് അങ്ങനെ പാടുന്നത്, അങ്ങനെ ശബ്ദം നമ്മൾ കേൾക്കുന്നത്. അത് തീർച്ചയായിട്ടും അവർ കഴിഞ്ഞ ജന്മങ്ങൾ ചെയ്ത പുണ്യകർമ്മത്തിൻ്റെ ഫലമാണ് അവരുടെ ശബ്ദം ഇങ്ങനെ ആയിരിക്കുന്നത്. ഇതിന് നേരെ വിപരീതമാണ് നമ്മളിൽ പലരും കഷ്ടനഷ്ടങ്ങളും മനോദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ജന്മ കർമ്മങ്ങൾ അല്ലെ പ്രവൃത്തികൾ ജീവിതം ഓർക്കുന്നില്ല എന്നാവും പലരും സംശയിക്കുന്നത്. കഴിഞ്ഞ ജന്മം നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ കഴിയില്ലെന്നേ ഉള്ളൂ. തപസ് ചെയ്യുകയും ഏകാഗ്ര മനസ്സാവുകയും ഒക്കെ ചെയ്താൽ ഓർക്കാൻ കഴിയും. പക്ഷെ നമ്മൾക്ക് ഓർക്കാത്തത് കൊണ്ടാണ് നമുക്ക് സാധാരണ രീതിയിൽ ജീവിക്കാൻ കഴിയുന്നത്. ഓർമ്മിച്ചാൽ നമുക്ക് വളരെയധികം വിഷമങ്ങളുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ജന്മം വളരെ സന്തോഷിച്ചതായിട്ടും അല്ലെങ്കിൽ ദുഃഖിച്ചതായിട്ടും ഓർത്ത് നമുക്ക് വളരെ വിഷമം ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഈ ജന്മത്തിൽ ഒരു കർമ്മവും നേടാനും ഒരു പുതിയ ജീവിതം നയിക്കാനും ഒന്നും സാധിക്കുകയില്ല. അതിനാൽ പ്രകൃതി തന്നെ നമ്മുടെ കഴിഞ്ഞ ജന്മ ഓർമ്മകൾ മറച്ചു വച്ചിരിക്കുകയാണ്. എങ്കിലും ചിലർക്ക് കഴിഞ്ഞ ജന്മ കർമ്മങ്ങൾ ഓർമ്മ വരാറുണ്ട്, കുറച്ച് ദിവസത്തേക്ക് മാത്രം, പിന്നെ അത് മാഞ്ഞു പോകും. ചിലർക്കത് സെക്കൻഡുകൾ മാത്രമാവും, പിന്നെ അത് ഓർക്കാൻ കഴിയില്ല. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു. നന്ദി.